ഞാൻ പോവുകയാണ് എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക്. ഞാൻ വരും, നിങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകും. തോമസ് ലീഹ വളരെ നിഷ്കളങ്കമായ മനസ്സോടെ ചോദിച്ചു, നീ എങ്ങോട്ടാണ് പോകുന്നത്? നീ പോകുന്ന വഴി എവിടെയാണ്? ഞങ്ങളെങ്ങനെയാണ് അങ്ങോട്ട് വരുന്നത്? അതുകൊണ്ട് ഈ പുസ്തകം നൽകുന്നത് ഒരു കാഴ്ചപ്പാടാണ്. വഴിതെറ്റാതെ എങ്ങനെ നമുക്ക് യാത്ര ചെയ്യാം. ജിസ്നച്ചൻ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു സംതൃപ്തിയുണ്ട്. അത് ഒരു സുവിശേഷ പ്രഘോഷണവും ദൈവരാജ സംസ്ഥാപനവുമാണ്. ഈ പുസ്തകം അതാണ്, മാർഗം. ഒരു യാത്രാ ഗൈഡ്, ഒരു ട്രാവൽ ഗൈഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഫീഡ് മൈ ഷിപ്പ് എന്ന യൂട്യൂബ് ചാനലിലൂടെ അനേകായിരങ്ങൾ കണ്ട ഫാദർ ജിസൺ പോൾ വേങ്ങാശ്ശേരിയുടെ 50 നോമ്പുകാല ധ്യാനങ്ങൾ ഇന്ന് പുസ്തക രൂപത്തിലായിരിക്കുകയാണ്. മാർഗം ദ വേ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുസ്തകത്തിന്റെ ഇംഗ്ലീഷ്, മലയാളം പതിപ്പുകളും ഇറങ്ങിയിരിക്കുകയാണ്. സഭാപിതാക്കന്മാരുടെ ദർശനങ്ങളും വചനഭാഗങ്ങളും എല്ലാം ഒന്നു ചേർന്നിരിക്കുന്ന ഈ ഒരു പുസ്തകത്തിൽ നമുക്ക് ദൈവശാസ്ത്രപരമായ ഒരു മാനം കാണുവാൻ സാധിക്കും. ഈ അവസരത്തിൽ ഈ പുസ്തകം നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നത് സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ അഭിവന്യ മാർ റാഫേൽ തട്ടിൽ പിതാവാണ്. ലോകമെമ്പാടും പോയി സുവിശേഷം പ്രഘോഷിച്ച സഭയുടെ പരമോന്നത പദവിയിൽ എത്തിയിരിക്കുമ്പോഴും ജനഹൃദയങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കുന്ന സഭയുടെ തലവനാണ് നമുക്കുള്ളത്. ഇത് നമുക്ക് ഏറെ അനുഗ്രഹദായകമായ നിമിഷമാണ്. സ്തുതിയായിരിക്കട്ടെ. ഫാദർ ജിസൺ പോൾ വേങ്ങാശ്ശേരിയുടെ മാർഗം എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ പിതാവ് ആശംസയും എഴുതുകയുണ്ടായി. പിതാവ് ഇതിലൂടെ കടന്നു പോയപ്പോൾ പിതാവിന്റെ ഉയർന്നു വന്ന ചിന്തകളൊന്ന് ഞങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാമോ? എനിക്ക് ഏറ്റവും ഹൃദ്യമായതും ഏറ്റവും പ്രാധാന്യം കൊടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നതുമായത് ഈ പുസ്തകത്തിൻ്റെ പേരാണ് മാർഗം. ഒരുപക്ഷെ തോമസ് ലീഹായുടെ മക്കളായ മർത്തോമ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഇതിലും ആഴമായ അർത്ഥമുള്ള ഒരു പ്രയോഗം വേറെ ഇല്ല. തോമസ് ലീഹ നമുക്ക് നൽകിയ വിശ്വാസ പൈതൃകത്തെ നമ്മൾ മാർഗം എന്നാണ് വിളിച്ചത്. ഇന്ന് ഒരുപക്ഷെ ഒരു നിഷേധാത്മകമായ അർത്ഥമുള്ള ഒരു പ്രയോഗമാണ് മാർഗവാസി. പക്ഷെ സത്യത്തിൽ മാർഗവാസി എന്ന് പറയുന്നത് അഭിമാനാർഹമായിട്ടുള്ള ഒരു ചരിത്രപരതയുടെ ആകാശം മുട്ടിയുള്ള അഭിമാനത്തിൻ്റെ ബോധമാണത്. മാർഗം തെറ്റാതെ ചരിച്ചവൻ. മാർഗം എന്ന പദം തന്നെ തോമസ് ലീഹ ചോദിച്ച ചോദ്യത്തിന് യേശു തമ്പുരാൻ കൊടുത്ത മറുപടിയാണ്. ഞാൻ പോവുകയാണ് എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക്. ഞാൻ വരും, നിങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകും. തോമസ് ലീഹ വളരെ നിഷ്കളങ്കമായ മനസ്സോടെ ചോദിച്ചു, നീ എങ്ങോട്ടാണ് പോകുന്നത്? നീ പോകുന്ന വഴി എവിടെയാണ്? ഞങ്ങളെങ്ങനെയാണ് അങ്ങോട്ട് വരുന്നത്? യേശു തമ്പുരാൻ അതിന് കൊടുത്ത വളരെ ആഴമായ ഒരു വ്യാഖ്യാനമുണ്ട്. തോമ, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഒരുപക്ഷെ സുവിശേഷത്തിൻ്റെ സാര സംഗ്രഹം ഈ 3 പദങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് മാർഗം. ഈ പുസ്തകം മാർഗം
കാണിക്കുന്ന ഒരു വിളക്ക് ആയിട്ട് ഞാൻ കാണുന്നു. ഇത് വായിക്കുന്നവരെല്ലാം തന്നെ വഴിതെറ്റാതെ മാർഗത്തിലൂടെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യാൻ ഈ പുസ്തകം കാരണമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിതാവ് നമുക്കറിയാവുന്നതുപോലെ ലോകമെമ്പാടും പല രാജ്യങ്ങൾ കണ്ടു സുവിശേഷ പ്രഘോഷണം നടത്തിയ ഒരു വ്യക്തിത്വമാണ്. ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്താവിഷയമാക്കുന്ന ഈ ഒരു ബുക്ക് ഇറങ്ങുമ്പോൾ ഇതിന് എത്രമാത്രം റെലവൻസ് ആണ് ഇന്നത്തെ കാലഘട്ടത്തിന് ഉണ്ടായിരിക്കുക? നമ്മൾ വാക്മൊഴിയാണ് എല്ലാ ആശയവിനിമയത്തിൻ്റെ ആരംഭം. വാക്മൊഴിയിലൂടെയാണ്. കർത്താവ് പഠിപ്പിച്ച മലയാള പ്രസംഗം കർത്താവ് എഴുതിയതല്ല, പറഞ്ഞതാണ്. പിന്നീടാണ് അതിന് ലിഖിത രൂപം വരുന്നത്. തോമസ് ലീഹ നമുക്ക് കൊണ്ടുവന്ന വിശ്വാസ വഴികളെ നമ്മുടെ കാരണവന്മാരെ യേശുവിലേക്കുള്ള രക്ഷയിലേക്കുള്ള മാർഗമായിട്ട് കണ്ടു. ആ മാർഗം ചരിക്കാൻ അവരെ സഹായിക്കുന്ന എല്ലാ പഠന പ്രായോഗിക പ്രക്രിയകൾ അത് മാർഗത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ പുസ്തകം നൽകുന്നത് ഒരു കാഴ്ചപ്പാടാണ്. വഴിതെറ്റാതെ എങ്ങനെ നമുക്ക് യാത്ര ചെയ്യാം. ഞാനാകുന്ന വഴി. ആ വഴി എത്തുന്നത് സത്യത്തിലാണ്. സത്യം നമുക്ക് നൽകുന്ന സമൃദ്ധിയാണ് ജീവൻ. വഴിയും സത്യവും ജീവനും. അതുകൊണ്ട് ഈ പേരിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഉൾക്കാഴ്ചകൾ ജിസ്നച്ചൻ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു സംതൃപ്തിയുണ്ട്. അത് ഒരു സുവിശേഷ പ്രഘോഷണവും ദൈവരാജ്യ സംസ്ഥാപനവുമാണ്. ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളെ ഒരു വികാരഭരിതമായി കാണുന്നതിനേക്കാൾ ഉപരി ഇന്ന് പഠനങ്ങളിലൂടെയും കൃത്യമായ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നൊക്കെ കോട്ടിങ്സ് വെച്ച് സഭാപിതാക്കന്മാരുടെ കോട്ടിങ്സും വെച്ച് ഇന്ന് ഈ പുസ്തകം അവതരിപ്പിക്കുമ്പോൾ ഇതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുമെന്ന് പിതാവിന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇന്ന് ജീവിതം വളരെ സുഖപ്രദമായിട്ടുണ്ട്. എല്ലാ കണ്ടുപിടുത്തങ്ങളും നമ്മുടെ ജീവിതത്തെ ക്ലേശരഹിതമാക്കാണ്. പക്ഷെ വിശ്വാസത്തിൻ്റെ വഴികൾ എളുപ്പമാക്കാൻ കുറുക്കുവഴികളൊന്നുമില്ല. പലപ്പോഴും ആളുകൾ വിശ്വാസത്തിന് വിട്ടുപോകുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്ന പ്രയോഗം കൃത്യമായ വഴിയിലൂടെ സഞ്ചരിക്കാൻ അവർ സന്നദ്ധരാകാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ മാർഗം എന്ന പ്രയോഗം അത് എനിക്ക് തോന്നുന്ന അതൊരു വഴിവിളക്കാണ്. തെറ്റാതെ കൃത്യതയോടുകൂടെ ലക്ഷ്യത്തിലേക്ക് എത്തുക. അതിൽ സഭയുടെ പഠനങ്ങൾ, പ്രധാനമായിട്ട് യേശുവിൻ്റെ തന്നെ പഠനങ്ങൾ, യേശുവിൻ്റെ പഠനങ്ങൾക്ക് സുവിശേഷകന്മാർ നൽകിയ വ്യാഖ്യാനങ്ങൾ, ആ വ്യാഖ്യാനങ്ങൾക്ക് പിന്നീട് സഭാപിതാക്കന്മാർ നൽകിയ വ്യാഖ്യാനങ്ങൾ, അത് ആരാധനാക്രമാനുഷ്ഠാനങ്ങളിലൂടെ പ്രകടിപ്പിക്കാൻ മനുഷ്യൻ നടത്തിയ വലിയ പരിശ്രമം. ഈ പുസ്തകം അതാണ്. മാർഗം, ആ പേര് തന്നെ അതാണ്. വസിക്കാൻ ഒരു മാർഗം, ഒരു മാർഗവാസിക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു യാത്രാ ഗൈഡ്, ഒരു ട്രാവൽ ഗൈഡ്. നന്ദി പിതാവേ.